മഅ്മൂൻ എന്ന കുട്ടി ജനിച്ചു പോയ കഥ ആലോചിച്ചിട്ട്, അമീനും മഅ്മൂനും ഹാറൂൻ റഷീദിന്റെ മക്കളാണ്. ഇതിൽ അമീന് മാത്രമാണ് അവരുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച മോൻ. മഅ്മൂൻ അടിമസ്ത്രീയിൽ നിന്ന് ജനിച്ച മോനാണ്. ആ മഅ്മൂനാണ് വലുതായി വന്നപ്പോൾ അമീനിനെ കഴുത്തറുത്ത് കൊന്നത്, അമീനിനെ വധിച്ചു കളഞ്ഞത് മഅ്മൂനാണ്. ഇത് കണ്ടപ്പോൾ കരഞ്ഞു പോയവരാണ് ഹാറൂൻ റഷീദിന്റെ ഭാര്യ. എന്തിനെ കരഞ്ഞതെന്നറിയോ? എന്തിനാണ് ഈ കരഞ്ഞതെന്നറിയുമോ? അന്നൊരിക്കൽ ഞാനത് എന്റെ ഭർത്താവിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മഅ്മൂൻ എന്ന കുട്ടി ജനിക്കില്ലായിരുന്നുവല്ലോ. രണ്ടുപേരും ചെസ് കളിക്കുമായിരുന്നു. അതിന്റെ വിധി മസലയുമല്ല ഞാനിവിടെ പറയുന്നത്. ഹാറൂൻ റഷീദും ഭാര്യയും കൊട്ടാരത്തിൽ ചെസ് കളിക്കുകയാണ്. രണ്ടുപേരും ഒരു ബെറ്റ് വെച്ചു. ആരാണോ ജയിക്കുന്നത് ആ ജയിക്കുന്ന ആൾ എന്ത് പറഞ്ഞോ അത് തോറ്റാളെ സമ്മതിച്ചു കൊടുക്കണം. ഭാര്യയും ഭർത്താവുമാണ്, കൊട്ടാരത്തിൽ വേറെ ആരുമില്ല, അവര് ചെസ് കളിക്കുകയാണ്. ആദ്യത്തെ ജയം കിട്ടിയത് ഹാറൂൻ റഷീദിന്. ആദ്യത്തെ റൗണ്ടിൽ മുപ്പര് ജയിച്ചു. ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നല്ലേ പറഞ്ഞേക്കോട്ടെ, പറഞ്ഞോളൂ. ഭർത്താവ് എന്ത് പറഞ്ഞോ കേട്ടേക്കണം. ഭാര്യ പറഞ്ഞാലും ഭർത്താവ് കേട്ടേക്കണം. എന്ന് ജയിച്ചത് ഭാര്യയായിരുന്നെങ്കിൽ രണ്ടുപേരുടെ കണ്ടീഷൻ ഷർത്ത് അങ്ങനെയാണ്. പക്ഷെ ജയിച്ചത് ആരാണ്? ഹാറൂൻ റഷീദാണ്. ഹാറൂൻ റഷീദ് പറഞ്ഞു, ഈ കൊട്ടാരത്തിൽ നിന്റെ വസ്ത്രം മുഴുവനും അഴിച്ചു വെച്ച് നീ ഒന്ന് നടക്ക്, എനിക്കതൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരു ഭർത്താവിനത് ജായിസാണ്. സ്വന്തം ഭാര്യ വേറെ ആരോടല്ല, അവര് മാത്രമാണ്, അയാൾക്കത് കാണൽ ജായിസാണ്. പക്ഷേ പെണ്ണ് പറഞ്ഞു, അത് മാത്രം എന്നോട് പറയരുത്, അത് മാത്രം നിങ്ങൾ എന്നോട് പറയരുത്. അത് പറ്റൂല. നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ അതാ. ഞാൻ പറഞ്ഞത് നീ കേട്ടേ പറ്റൂ. ജയിച്ചു പോയത് ഞാനല്ല ജയിച്ചത്, ശരി, വേറെന്തെങ്കിലും പറഞ്ഞേക്കണം, ഇത് എന്നോട് പറയരുത്, എനിക്കതാണ് വേണ്ടത്, നീ നടക്കുന്നു പറഞ്ഞു. എന്നോട് അത് മാത്രം പറയല്ലേ, മറ്റെന്തെങ്കിലും പറഞ്ഞേക്കണം, ഞാൻ ചെയ്തേക്കാം. ഭർത്താവല്ലാതെ മറ്റൊരാളും നോക്കാനോ കണ്ണിമ വെട്ടാനോ ഒരു കട്ടുനോട്ടം പോലും നോക്കാനോ മറ്റൊരാള് കൊട്ടാരത്തിലില്ലാത്ത അവസ്ഥയിൽ, ഒരു ഭർത്താവിന് ജായിസാകുന്ന അവസ്ഥയിൽ തന്റെ ഭാര്യയോട് വിവസ്ത്രയായി നടക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതെന്നോട് പറയില്ല, അതെനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ പെണ്ണാണ് ഹാറൂൻ റഷീദിന്റെ ഭാര്യ. അത് വിട്ടില്ല. ആ സമയത്ത് ഭർത്താവല്ലേ പറയുന്നത്, ഹറാമല്ലേ ചോദിച്ചത്, ഹലാല് തന്നെ, അവർക്ക് ഹലാലാണത് കാണാം. ഭാര്യയുടെ ശരീരം അവർക്ക് പൂർണ്ണമായും ഹലാൽ കാണാവുന്നത്. അങ്ങനെ വിവസ്ത്രയായി ഒരു ഓട്ടമോടി കൊട്ടാരത്തിന്റെ വരാന്തയിൽ, മേലെ വരാന്തയിൽ ഒരു ഓട്ടമോടി. ഭർത്താവല്ലാതെ ആരും അത് കണ്ടിട്ടില്ല. പക്ഷേ അതിന് ഭയങ്കര സങ്കടം തോന്നി അവർക്ക്. എന്തോ ഒരു സങ്കടം. ഒരു ബെഡ്റൂമിലുള്ള ഒരു ചിത്രമല്ല ഇത്. പുറം വരാന്തയിൽ, കൊട്ടാരത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വരാന്തയിലാണ് ഈ ഓടിയത്. തെറ്റൊന്നും ആയിരുന്നില്ല. പക്ഷേ നാണമുള്ള പെണ്ണാണ് അവര്. വലിയ വിഷമം തോന്നി. എന്നോടത് ചെയ്യിച്ചല്ലോ എന്ന വിഷമം തോന്നി. ചെയ്തത് ഹറാമ് പോലുമല്ല, വിഷമം തോന്നി. പിന്നെയും ഒരു കളിയുടെ ഊഴം വന്നു. അന്നും ഊഴത്തിന് ഷർത്ത് വെച്ചു, ആരാണോ ജയിക്കുന്നത് അവരെ പറയുന്നത് തൊറ്റാള് കേൾക്കണം. അങ്ങനെ കളിച്ചു. ആ കളിയിൽ ജയിച്ചത് ഹാറൂൻ റഷീദിന്റെ ഭാര്യയാണ്. ഭാര്യ ജയിച്ചു, ഭർത്താവ് തോറ്റു. അന്ന് തന്നോട് വിവസ്ത്രയായി ഓടാൻ പറഞ്ഞ അതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ഈ പെണ്ണ്. ഹാറൂൻ റഷീദിനോട് പറഞ്ഞു, നിങ്ങളുടെ അടിമസ്ത്രീകൾ 1.5 നൂറ്റാണ്ടിൽ നിങ്ങോട്ട് ലോകത്ത് നിന്ന് ഇല്ലാതെയായി എന്ന് ഉലമാ ഇജ്മാ ചെയ്ത സംഭവമാണ്. ഇന്ന് അടിമസ്ത്രീകൾ ലോകത്തില്ല. അടിമസ്ത്രീ എന്ന് പറഞ്ഞ സമ്പ്രദായം 1.5 നൂറ്റാണ്ടായിട്ട് ഇന്ന് ലോകത്ത് ഇല്ലാത്തൊരു സംഗതിയാണ്. അടിമസ്ത്രീ ഉടമസ്ഥനെ വിവാഹം ചെയ്യാതെ തന്നെ ജായിസാകുന്ന ഒരവസ്ഥയുണ്ട് ഇസ്ലാമിൽ. ജായിസാണ് അവർക്ക്. ഹാറൂൻ റഷീദിന്റെ അടിമസ്ത്രീകളിൽ കാണാൻ ഒരു കോലവുമില്ലാത്ത അങ്ങേയറ്റം വികൃത രൂപമുള്ള ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവളെ വെൽക്കണമെന്ന് പറഞ്ഞു, അവളുമായി ശയിക്കണമെന്ന് പറഞ്ഞു. ഹാറൂൻ റഷീദ് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു, എനിക്കവളെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്തിന്? അന്ന് തന്നോട് ആ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞതിന് പ്രതികാരം ചെയ്തതാണ്. അങ്ങനെ കുടുങ്ങിയിട്ട് ഹാറൂൻ റഷീദ് ആ അടിമസ്ത്രീയെ പ്രാപിക്കുകയായിരുന്നു. ജായിസാണ്, ഹലാലാണ്. ആ അടിമസ്ത്രീയിൽ നിന്ന് ജനിച്ച കുട്ടിയാണ് മഅ്മൂൻ എന്ന് പറയുന്ന കുട്ടി. അമീനും മഅ്മൂനും കൊണ്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ മഅ്മൂൻ ഈ അടിമസ്ത്രീയിൽ ഹാറൂൻ റഷീദിന് ജനിച്ച കുട്ടിയാണ്. ആ മഅ്മൂനാണ് അമീനിനെ രാജാധികാരം കിട്ടാൻ വേണ്ടി വധിച്ചു കളഞ്ഞത്. എന്നിട്ടും ആലോചിച്ചു പോയി, എന്റെ ഭർത്താവിനോട് അരിശം തീർക്കാൻ ഞാൻ അന്ന് ആ അടിമസ്ത്രീയെ വെൽക്കാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ മഅ്മൂൻ ജനിക്കുമായിരുന്നില്ലല്ലോ. അവൻ ജനിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ചോരയിൽ പിറന്ന എന്റെ കുഞ്ഞ് അമീനിനെ അവൻ കൊല്ലുമായിരുന്നു.
എന്ന് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞൊരു ഉമ്മയുടെ ചരിത്രം മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കണം. ശരീരത്തിന്റെ പച്ചയിറച്ചി കാണിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്നവർ, ആണുങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന തെരുവുകളിൽ ഔറത്ത് കാണിച്ച് നടക്കുന്നവർ, ഒരു റൂമിന്റെ ഉള്ളിലോ ഭർത്താവിന്റെ സാന്നിധ്യത്തിലോ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹലാൽ എന്നെ കൊണ്ട് ആ ഹലാല് പോലും ചെയ്യാൻ കഴിയില്ലെന്നും നാണം കുടുങ്ങിയായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം മറന്നുപോയി. നമ്മുടെ ചെറുപ്പക്കാര് മുഴുവനും ഒരു നോട്ടം എന്നെ നോക്കട്ടെ എന്ന് അട്രാക്ഷന് വേണ്ടി ആർഭാടം കാണിക്കുന്ന വസ്ത്രവിധാനത്തിലൂടെ പച്ചയിറച്ചി കാണിച്ചു കൊടുത്തുകൊണ്ടും കാണിച്ചു കൊടുക്കാതെയുമായി വൈകാരികമായ നടത്തം നടക്കുന്ന പെൺകുട്ടികളെ ഫഹ്ശായിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, ഫഹ്ശായിലേക്കാണ് വിളിക്കുന്നത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്മഅന ബിൽ ഖൗൽ فيطمع الذي في قلبه مرض وقلن قولا معروفا. നബിയുടെ പെണ്ണുങ്ങളെ യാ നിസാ അന്നബി, നിങ്ങളാണല്ലോ മാതൃക കാണിക്കേണ്ടവർ. നിങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലാത്ത അവസ്ഥയിൽ ഏതെങ്കിലും ഒരു അന്യ പുരുഷൻ വന്ന് വല്ലതും ചോദിക്കുന്ന അവസ്ഥ വന്നാൽ നബി എവിടെയെന്നോ നബി എങ്ങോട്ടാണ് പോയതെന്നോ ഏതെങ്കിലും വിഷയങ്ങൾ ചോദിക്കാനോ കാര്യമറിയാനോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നബിയുടെ പെണ്ണുങ്ങളെ, നിങ്ങൾ ശബ്ദം മയമുണ്ടാക്കി സംസാരിക്കരുത് കേട്ടോ. ശബ്ദം മയപ്പെടുത്തി സംസാരിക്കരുത്. ഒന്നുണ്ടായിട്ടല്ല, ആണും പെണ്ണും രണ്ടും രണ്ടാണ്. ഫെമിനിസ്റ്റുകളെ എത്ര വാദിച്ചാലും നമ്മുടെ ഫിസിയോളജിയും നമ്മുടെ ബയോളജിയും നമ്മുടെ സൈക്കോളജിയും രണ്ടും രണ്ടാണ്. ഒരു പെണ്ണിന്റെ ശരീരം പോലെയല്ല ആണിന്റേത്, പെണ്ണിന്റെ നടത്തം പോലെയല്ല ആണിന്റേത്. ഒരു പെണ്ണിനെ ഷർട്ടയച്ച് നടന്നാൽ പെണ്ണുങ്ങൾക്ക് ആണിന്റെ ശരീരം കണ്ട് പെണ്ണിന് വികാരം തോന്നുന്നില്ലല്ലോ എന്ന് ചോദിച്ച് പെണ്ണിന് തോന്നിവാസം കാണിക്കാൻ പറ്റുമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റുകളോട് ഞാൻ ചോദിക്കുകയാണ്, ആണിന്റെയും പെണ്ണിന്റെയും ശരീരം ഒരുപോലെയോ? ഞങ്ങൾക്ക് ഔറത്ത് കാണിച്ച് നിങ്ങൾ എന്തിനാ വൈകാരികമായി ഇളകണത്? നിങ്ങൾ കാണിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇളക്കം വരുന്നില്ലല്ലോ എന്ന്. ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവം മനസ്സിലാക്കുന്ന മനുഷ്യൻ ഈ ന്യായങ്ങൾ പറയാൻ പാടില്ല. പെണ്ണാണെങ്കിൽ അത് പറയരുത്. നമ്മുടെ മലയാളി പെണ്ണുങ്ങളായി പറഞ്ഞത് മലയാളി പെൺകുട്ടികള്, ആണുങ്ങൾ ഉപ്പായം വെച്ചത് ഞങ്ങൾക്ക് പ്രശ്നം തോന്നുന്നില്ലല്ലോ, എന്താ ആണുങ്ങൾക്ക് ഇത്ര ആണാണ് പെണ്ണ് പെണ്ണാണ്, ഇതൊക്കെ തിരിയാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ടല്ലോ, തെറ്റിനെ ന്യായീകരിക്കരുത്, ഞങ്ങൾ എങ്ങനെ കഴിച്ചിട്ടിരുന്നോ നിങ്ങൾ അളകണ്ട. അതല്ല, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാലിലുള്ള പാദസരം പോലും ഇളക്കി നിങ്ങൾ നടക്കല്ലേ. എന്തിന്? നിങ്ങളുടെ ആഭരണങ്ങളുടെ അലങ്കാരം നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദമുണ്ടാക്കി നടക്കരുത് കേട്ടോ. പരിശുദ്ധ ഖുർആൻ അവരുടെ കാല് ചവിട്ടിക്കൊണ്ട് നടക്കരുത്, ശബ്ദമുണ്ടാക്കി നടക്കരുത്. കാലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആഭരണം കാണിച്ചു കൊടുക്കാൻ, പെണ്ണിനോട് അച്ചടക്കത്തോടെ ജീവിക്കാൻ പറയാണ് ഖുർആൻ. എന്തിനെന്നറിയോ? ഇവിടെ പിശാച് ഇടപെടരുത്. മനുഷ്യന്റെ ബുദ്ധി വർക്ക് ചെയ്യേണ്ട ലോകമാണത്. ബുദ്ധിയോടുകൂടെ മനുഷ്യനെ പറഞ്ഞയച്ച മനുഷ്യൻ ഈ ബുദ്ധി വികാരം മാത്രം ചിന്തിച്ച് ഒരു വികാര ജീവിയായി എപ്പോഴും വിചാരത്തെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിൽ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയല്ലേ. ഒരുപാട് നന്മ ചെയ്യാൻ വന്നവനാണ് നീ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കണം, ഇവിടെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കണം, ഒരുപാട് സമൂഹത്തിന് ഉപകാരമുള്ള പദ്ധതികൾ നടപ്പാക്കണം. ഇതൊന്നും ചെയ്യാതെ മൃഗങ്ങളെ പോലെ വികാര ജീവിയായി നടക്കാനുള്ളവനല്ല മനുഷ്യൻ. അതുകൊണ്ട് ആണും പെണ്ണും അവരവരുടെ ശരീരം സൂക്ഷിക്കേണ്ടവരാണ്. ഫഹ്ശായിലേക്ക് വിളിക്കരുത്, തോന്നിവാസത്തിലേക്ക് വിളിക്കരുത്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, തോന്നിവാസം നിങ്ങൾ ആരും ചെയ്യല്ലേ എന്ന് അല്ലാഹു പറയുന്നു. വൽഐനാനി തസ്നിയാനി വസിനാഹുമ അന്നമറ, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, നോട്ടം കണ്ടുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. വൽ ഉദ്നാനി തസ്നിയാൻ, ചെവികൾക്ക് വ്യഭിചാരമുണ്ട്, വികാരം ധ്വനിപ്പിക്കുന്ന വൈകാരികമായ കഥകൾ കേൾക്കുന്നത്.
സീരിയലുകളിലും സിനിമകളിലും വൈകാരികത നടക്കുന്നത്, വൈകാരികതയുടെ ചിത്രങ്ങള്, വൈകാരികത വിളിച്ചു പോകുന്ന ഓഡിയോ, അതിന്റെ വീഡിയോ, ഇതൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഹറാമാണെന്ന് പരിശുദ്ധ ഖുർആനും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കുകയാണ്. ഉമ്മത്തുകൾ അറിയണം. വയൻഹാ, അല്ലാഹു പറയാണ് നിങ്ങൾ ചെയ്യല്ല അനിൽ ഫഹ്ശാ, ആണും പെണ്ണും മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കണം. അവര് മാന്യമായ വസ്ത്രവിധാനം നടത്തി ജീവിക്കേണ്ടവരാണ്. അവരെ വികാരം കാണിക്കാനോ ആളുകളുടെ നോട്ടം കിട്ടാനോ ആളുകളുടെ കമന്റ് കിട്ടാനോ നടക്കേണ്ടവരല്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, എങ്ങാനും ഒരന്യ ആളോട് സംസാരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ ശബ്ദം മയക്കി സംസാരിക്കല്ലേ. എന്താ കാരണം? ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളുകളുടെ അസുഖം പുറത്തേക്ക് വരും. അതുകൊണ്ട് ശബ്ദമൊന്ന് കനപ്പിച്ചു പറഞ്ഞേക്കണം. പാപ്പ ഇവിടെല്ല, എന്റെ ഭർത്താവ് ഇവിടെല്ല എന്നല്ലാതെ നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നതാണ്, ഈ തരത്തിലുള്ള പഞ്ചാര വാക്കുകൾ മോളെ നീ പറയല്ലേ. എന്തേ കാരണം? നിന്റെ പച്ചയിറച്ചി വേണമെന്ന ഒരു ചിന്ത പിശാച് ആ മനുഷ്യന്റെ കൽബിൽ ഇട്ടുകൊടുക്കും. അതില്ലാതിരിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി നിർബന്ധമായ സാഹചര്യത്തിൽ ഒന്ന് ശബ്ദം പരുഷമായി സംസാരിക്കണം. എന്താണ്? സ്വന്തം ഭർത്താവിനോട് പരുഷമായിട്ട് അന്യ ആൾക്കാരൊക്കെ ചോദിച്ചാൽ നല്ല സ്നേഹത്തിൽ ആ ഭർത്താവിനോട് കൊടുക്കേണ്ട സ്നേഹം നാട്ടുകാർക്ക് വല്ല അസുഖം ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതല്ലേ നമ്മൾ നാട്ടിൽ നടക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണ്ടേ? വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരന് പോലും നിക്കാഹിന്റെ ഭാഗമായ ഒരു പെണ്ണിനെ കാണാൻ അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. എന്ത് കാണാൻ? ഇദാ അസമ, ആ പെൺകുട്ടിയെയാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെ ധാരണയും ഉറപ്പുമായി കഴിഞ്ഞാൽ അവരുടെ പുറയിൽ ചെന്നിട്ടോ അല്ലാതെയോ ഒരു നോട്ടം അവളെ കാണാൻ അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണേണ്ടത്? അൽ വജ്ഹു വൽ കഫൈനി, മുഖവും മുൻകൈയും. മേൽക്കൈ കണ്ടുകൂടാ, അവളുടെ പാദസരം കണ്ടുകൂടാ, അവളുടെ കഴുത്ത് കണ്ടുകൂടാ. മുഖവും മുൻകൈയും അവന് കാണാൻ അനുവദിക്കപ്പെട്ടു. എപ്പോ? ഇവളെ ഏകദേശം കല്യാണം ഉറക്കാൻ സാധ്യതയുണ്ട്. കുടുംബം ഓക്കെയാണ്, അവരുടെ വീട്ടുകാരുടെ വിഷയം ഓക്കെയാണ്, അവരുടെ ദീനി ചുറ്റുപാടുകൾ വളരെ അധികം അപ്പീലിംഗ് ആണ് എങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. സംസാരിക്കാൻ പറ്റുമോ? എത്ര വരെ പഠിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കല്യാണം കഴിക്കാൻ പോണ പുതിയാപ്പിളായിട്ടില്ലല്ലോ. നീ എത്ര വരെ പഠിച്ചുവെന്നോ, നിന്റെ വർത്തമാനം എന്താണെന്നോ, എന്നെ ഇഷ്ടമായോ എന്നോ ഇഷ്ടമായില്ല എന്നോ ചോദിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റം എങ്ങനെ വേണമെന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. സ്വന്തം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, ആ പെണ്ണിനോട് അവളുടെ മുഖവും മുൻകൈയും നോക്കിയാൽ മുഖത്ത് സൗന്ദര്യം മനസ്സിലായി. മുൻകൈ കണ്ടാൽ കൈയിന്റെ അകവും പുറവും കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മിനുമിനുപ്പ് എത്രയാണെന്നും അറിഞ്ഞു. ഇതറിയാത്ത പൊട്ടൻ പിന്നെ കല്യാണം കഴിക്കാനും പോണ്ട. അവളുടെ മുടി എത്രയാണ്, അവളുടെ കാലിന്റെ കഥ എന്താണ്, ഇതൊക്കെ പെങ്ങന്മാര് പോയി കണ്ടോട്ടെ, ഉമ്മമാര് പോയി കണ്ടോട്ടെ. ആ പെണ്ണിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് നമ്മുടെ ദീന്. പിന്നെ എങ്ങനെയാണ് അങ്ങാടികളുടെ തെരുവുകളിൽ കമന്റടി നടക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ മധുരമുള്ള ഹറാമിന്റെ വാക്കുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ്ങിലും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹറാമല്ലേ ഇത്? സ്വന്തം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിശ്ചയം കഴിഞ്ഞാൽ പോലും ഫോൺ കൊടുക്കേണ്ട സഹോദര, നീ ഗൾഫുകാരനോ നാട്ടുകാരനോ ആയിക്കോട്ടെ, നിശ്ചയം കഴിഞ്ഞ പെണ്ണിനോട് സംസാരിക്കാൻ നിനക്ക് പാടുള്ളതല്ല. ഇതൊന്നും നേരായിട്ടില്ല. നിക്കാഹ് കഴിയണം. എന്ന് പെണ്ണിന്റെ വലിയ നിന്നോട് പറയുകയും ഖബിൽതു എന്ന് നീ പറയുകയും ചെയ്യുന്നത് വരെ അവളെ കാണലോ അവളെ സംസാരിക്കലോ ആ വിവാഹത്തിന്റെ അസ്മ ചെയ്യാനുള്ള ഖിത്ബത്തിന്റെ വിവാഹ ആലോചനയുടെ നോട്ടമല്ലാതെ വേറെ കാണാൻ പാടില്ലെന്നാണ്. അങ്ങനെയാണ് സ്വന്തം ഭാര്യയാവാൻ പോകുന്നവളോട് ശറഅ പറയുന്നതെങ്കിൽ ഒരന്യ പെണ്ണിനോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? ജോലി സ്ഥലത്ത് കൂടെ ജോലി ചെയ്യുന്നവര്, കൂടെ പഠിക്കുന്നവര്, കോളേജിൽ പോകുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണ്ട, ഞങ്ങൾ കുട്ടികളാണ് എന്ന്. നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ